വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയോട് അവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശാലിനി സുസ്മിതയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് കുഞ്ഞി പെണ്ണേന്നും പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ വാങ്ങുകയാണ്. എന്നിട്ട് പത്മാവതി അമ്മ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയുടെ അടുത്ത് നിന്നും മാറി നിൽക്കാനൊക്കെ പഠിച്ചല്ലോ, പഞ്ചകൈലാസത്തെ തണുപ്പൊക്കെ മോക്ക് ഇഷ്ടപ്പെട്ടോ, എപ്പോഴും അമ്മയുടെ ചൂട് പറ്റി നിൽക്കരുത്, ഇങ്ങനെ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താ വരാൻ വൈകുന്നത്, ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂട്ടി ചോറുണ്ണണമെന്ന് അവൻ പറഞ്ഞായിരുന്നു. വൈകിയാണെങ്കിലും ഒരു പിടിയെങ്കിലും ഉണ്ണാതിരിക്കില്ല, നിങ്ങൾ വന്നേ, നമുക്കതൊക്കെ എടുത്തു വയ്ക്കാം, അവർ വരുമ്പോഴേക്കും എടുത്തു വയ്ക്കാമെന്നും പറഞ്ഞ് കുഞ്ഞിനെ തിരികെ അങ്ങ് ശാലിനിയുടെ കയ്യിൽ പത്മാവതി അമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് വണ്ടി അവിടേക്ക് വരുന്നത്. തുടർന്ന് അകത്തേക്ക് കയറുന്ന പോലീസ് എല്ലാവരെയും നോക്കിയിട്ട് ഉടനെ അങ്ങ് പത്മാവതി അമ്മയോടായിട്ട് തന്നെ ചോദിക്കുകയാണ്, പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും കാണാതായ രോഹിത്തിൻ്റെ വീടല്ലേ ഇതെന്ന്. അന്നേരമാണ് പത്മാവതി അമ്മ അങ്ങ് അന്തം വിടുകയാണ്. സാറേ എന്തായി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പത്മാവതി അമ്മ അങ്ങ് നെഞ്ചത്തടിച്ച് കരച്ചിലും നിലവിളിയും ഒക്കെയാണ്. എൻ്റെ മോനെ രോഹിത്തിന് എന്ത് സംഭവിച്ചു, കാലിൻ്റെ വായിലേക്ക് നിന്നെ ഞാൻ തള്ളി വിട്ടു കൊടുത്തല്ലോ, ഈ അമ്മയെ ഒറ്റയ്ക്കാക്കി നീ പോയില്ലേ എന്നും പറഞ്ഞങ്ങ് ആകെ ബഹളം വെച്ചങ്ങ് കരയുകയാണ്. അന്നേരം രോഹിത് ഇതിൻ്റെ അമ്മയാണ് സാർ ഇതെന്ന് ശാലിനി പറയുമ്പോൾ ആരും വിവരം അറിയിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഞങ്ങളിപ്പോൾ അവിടെ നിന്നും വന്നതേ ഉള്ളൂ എന്ന് ശാലിനി പറയുകയാണ്. അപ്പോൾ നിങ്ങളും ആ ടീമിലുണ്ടായിരുന്നല്ലേ എന്ന് ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ആണ് പോലീസിൽ പരാതി തന്നത് എന്ന് പറയുന്നു. തുടർന്ന് സുസ്മിതയെ കാണിച്ച് അതാരാണെന്ന് ചോദിക്കുന്നുണ്ട് പോലീസ്. അന്നേരം വൈഫാണ് സുസ്മിത എന്ന് ശാലിനി പറയുന്നുണ്ട്. ഇതേ സമയവും പത്മാവതി അമ്മ അങ്ങ് ആകെ അങ്ങ് നെഞ്ചത്തടിച്ചങ്ങ് നിലവിളിച്ചങ്ങ് വാവിട്ട് കരയുകയാണ്. മോനെ നിന്നെ ഞാൻ വിട്ടുകൊടുത്തല്ലോ, എന്നെ തനിച്ചാക്കി പോയല്ലോ എന്നും പറഞ്ഞ് അങ്ങ് ബഹളം വെച്ച് അങ്ങ് കരയുകയാണ്. എന്നിട്ട് ശാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. തുടർന്ന് പത്മാവതി അമ്മയെ സമാധാനിപ്പിക്കാൻ എന്ന വ്യാജേന പത്മാവതി അമ്മയുടെ അടുത്തേക്ക് സുസ്മിത ഇരിക്കുകയാണ്. എന്നിട്ട് തോളിത്തട്ടി ആശ്വസിപ്പിക്കുകയാണ്. എനിക്ക് സങ്കടമില്ല എന്നിട്ടാണോ, അമ്മയൊന്ന് സമാധാനിക്ക്, ഈ ചെറുപ്രായത്തിൽ എൻ്റെ താലി ഏറ്റുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം അഭിനയിക്കുമ്പോൾ പത്മാവതി അമ്മ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. നീയാണ് എൻ്റെ മോനെ കൊണ്ടുപോയി കൊന്നത്, നീ ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകുമെന്നും പറഞ്ഞ് സുസ്മിതയുടെ കഴുത്ത് പിടിച്ചങ്ങ് ഞെരിക്കുകയാണ്. തുടർന്ന് ശാലിനി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മാഡം പ്ലീസ്, അമ്മയെ പ്ലീസ് എന്നൊക്കെ പോലീസുകാരൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ എന്ത് സമാധാനപ്പെടണം ശാലിനിന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത ഒന്നും ചെയ്തിട്ടില്ല, സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണതാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സൂയിസൈഡ് പോയിന്റ് വരെ എൻ്റെ മോൻ രോഹിത് എങ്ങനെ എത്തി, അതിന് സമാധാനം ഇവൾ പറഞ്ഞേ മതിയാകുമെന്ന് സുസ്മിതയെ ചൂണ്ടി പത്മാവതി അമ്മ ചോദിക്കുമ്പോൾ ശാലിനിയും തെല്ലെന്ന് സുസ്മിതയെ നോക്കിയാണ്. ശാലിനിക്ക് അന്നേരം എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. തുടർന്ന് മാഡവും പത്മാവതി അമ്മയും ഇതിനായിട്ട് സഹകരിച്ചാൽ മാത്രമേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്താനാകൂ എന്നിങ്ങനെ പോലീസ് പറയുകയാണ്. തുടർന്ന് സമാധാനമുണ്ടാക്ക്, നമ്മൾ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, എൻ്റെ മോനെ ജീവനോടെ തിരിച്ചുകൊണ്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ആ പോലീസുകാരനോട് പത്മാവതി അമ്മ ചോദിക്കുമ്പോൾ പോലീസുകാരന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും പറയുന്നുണ്ട്, രോഹിതിൻ്റെ ജീവന് ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല, സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴെ വീണു, കാണാതായിട്ടേ ഉള്ളൂ, പോലീസ് തിരയുകയാണ് എന്നൊക്കെ. അന്നേരം അതിന് പിന്നെ വേറെ എന്തർത്ഥമാണ് ശാലിനി ഉള്ളത്, അവിടെ നിന്നും വീണ് ആരെയെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നും പറഞ്ഞ് പത്മാവതി അമ്മ ആകെ ബഹളം വെച്ച് കരയുകയാണ്. തുടർന്ന് പോലീസ് പറയുന്നുണ്ട്, നിങ്ങളുടെ മൊഴിയും സഹകരണവും ഞങ്ങൾക്ക് മതിയായേ തീരൂ, എങ്കിലേ ഈ അന്വേഷണം രോഹിത്തിനെ കണ്ടെത്താനാവും. എത്രയും പെട്ടെന്ന് രോഹിത്തിനെ കണ്ടെത്തുന്നു അത്രയും അയാളുടെ ജീവന് ഭീഷണി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് സാർ പറയുന്നതെന്ന് പത്മാവതി അമ്മ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളുടെ ചോദ്യത്തിന് തക്കതായ മറുപടി പറയണം. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയൊക്കെ നമുക്ക് അറിയാം, പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ മറുപടി പറയണമെന്ന് പോലീസ് പറയുന്നുണ്ട്. തുടർന്ന് പത്മാവതി അമ്മയോട് പോലീസ് ചോദിക്കുന്നുണ്ട്, മകൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അന്നേരം സാർ എന്തായി പറയുന്നത്, അവന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ പോലീസ് പറയുന്നുണ്ട്, ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് സാഹസികരായ യാത്രികൾ പോലും കയറാനായിട്ട് മടിക്കുന്ന സ്ഥലമാണ്. മുമ്പ് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത് മഴയത്തോ കാറ്റത്തോ അങ്ങാണ്ട് പോയി. പിന്നെ അവിടേക്ക് വരുന്ന യാത്രക്കാരെ തടയാനായിട്ട് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ മകൻ പോകുമ്പോൾ അവിടെ ആ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഭാര്യയോടൊപ്പം നിന്ന് അവിടെ കാഴ്ചകൾ കാണുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കാൽ വഴുതി വീണതാണ് എന്നാണ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പത്മാവതി അമ്മ പറയുകയാണ്, ഒരു മരം കയറാനോ കോണിപ്പടി കയറാനോ കൂടുതൽ ആഴമുള്ള കുളത്തിലേക്കോ ഒക്കെ ഇറങ്ങാനോ പോലും അവന് പേടിയാണ്. അങ്ങനെയുള്ള അവൻ സൂയിസൈഡ് പോയിന്റിലേക്ക് ഒരു പേടിയും കൂടാതെ പോയി എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പത്മാവതി അമ്മ പറയുകയാണ്. അന്നേരം ബലമായിട്ട് എന്തായാലും രോഹിത്തിനെ അവിടേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ
കൊടുക്കാനായിട്ട് എന്തായാലും സാധിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പോലീസ് തിരിച്ച്. അന്നേരം പത്മാവതിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ പോയെങ്കിൽ ഇവൾ എന്തെങ്കിലും ചക്കര വാക്ക് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും എന്നിങ്ങനെ സുസ്മിതയെ ചൂണ്ടി പത്മാവതിയമ്മ പറയുമ്പോൾ ശാലിനിക്ക് എന്തെല്ലാം ഒരു സംശയം തോന്നുകയാണ്. ശാലിനി ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്. പക്ഷെ അന്നേരം സുസ്മിത സങ്കടം അഭിനയിച്ചങ്ങ് കരഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഇതെല്ലാം പോലീസ് നോട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനി ഓർക്കുന്നുണ്ട്, അവരെല്ലാവരും കൂടി ഉപദേവതാ ദൈവങ്ങളെ തൊഴുവാനായിട്ട് പോയപ്പോൾ പിറകിൽ നിന്ന രോഹിത്തും സുസ്മിതയും പിന്നീട് കാണാതായതൊക്കെ ശാലിനി ഓർക്കുകയാണ്. അന്നേരം സുസ്മിതയെ തെല്ലൊന്ന് സംശയം തോന്നുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് ശാലിനിയോടും പത്മാവതിയമ്മ പറയുകയാണ്, ഇവളെ അനുനയത്തിൽ ഇവളെ തെറ്റുകളൊക്കെ സമ്മതിച്ച് കൂടെ കൂടുകയാണെങ്കിൽ നേരെ ജീവിക്കണമെന്ന് എൻ്റെ മോനോട് ഞാനാണ് പറഞ്ഞത്, അതിപ്പോൾ എനിക്ക് തെറ്റായി പോയി എന്നൊക്കെ പത്മാവതിയമ്മ പറയുമ്പോൾ ശാലിനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. സുസ്മിതയെ കൂടുതൽ ശാലിനി സംശയിക്കുന്നുണ്ട്. തുടർന്ന് ഇവർ തമ്മിൽ എന്തെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നങ്ങ് പെട്ടെന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അതൊക്കെ കള്ളമാണ് സാറേ, കീരിയും പാമ്പും പോലെയായിരുന്നു, ഒരു ദിവസം പോലും മനസ്സമാനത്തോടെ ജീവിച്ചിട്ടില്ല എന്ന് പത്മാവതിയമ്മ പറയുന്നുണ്ട്. തുടർന്ന് വീട്ടുകാരാലോചിച്ച് ഉറപ്പിച്ച കല്യാണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ആയിരുന്നെങ്കിലും ഇവർ സ്വരച്ചേർച്ചയിലല്ലായിരുന്നു, ഇവർ മുമ്പേ സ്നേഹമായിരുന്നു എന്നൊക്കെ പത്മാവതിയമ്മ പറയുന്നുണ്ട്. അന്നേരം സ്നേഹമായിരുന്നെങ്കിൽ പിന്നെ എന്താ സ്വരച്ചേർച്ചയിലല്ലാത്തത്? കാര്യങ്ങൾ വ്യക്തമായി പറയണം, ഒരു കാര്യം പോലും വിട്ടുപോകല്, മൈന്യൂട്ടായിട്ടുള്ള ഒന്നുപോലും വിട്ടുപോകരുത്, ഞങ്ങൾക്കിതെല്ലാം എഴുതി ചേർക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയാം സാറേ എന്നും പറഞ്ഞ് പത്മാവതിയമ്മ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറയുകയാണ്. അന്നേരം പണി പാളുകയാണല്ലോ, ഇവരിതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഞാൻ പെടുമല്ലോ എന്നൊക്കെ സുസ്മിത ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത രോഹിത്തിൻ്റെ പിന്നാലെ നടന്ന് സ്നേഹിച്ചതും നിശ്ചയം മുടങ്ങിയതും അച്ഛൻ മരിച്ചതും പിന്നീട് കണ്ടെത്തി കല്യാണം കഴിച്ചതും ഒക്കെ കാര്യങ്ങളൊക്കെ പത്മാവതിയമ്മ പോലീസിനോട് പറയുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് ചിന്തിക്കുകയാണ്, പണി പാളിയല്ലോ എന്നും പറഞ്ഞ് ഇനി ഇതേ ഉള്ളൂ ഒരു വഴിയെന്നും പറഞ്ഞ് സുസ്മിത തൻ്റെ ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ എടുക്കുകയാണ്. വിഷക്കുപ്പിയാണെന്ന് തോന്നുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇത് ഞാൻ കഴിക്കുമെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കാണിക്കുകയാണ്. അന്നേരം ശാലിനി പിടിച്ചു മാറ്റുകയാണ്, അത് അങ്ങോട്ട് കള എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സുസ്മിത വിടുന്നില്ല, മാഡം കഴിക്കരുതെന്നൊക്കെ പോലീസും പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി എങ്ങനെയെങ്കിലും ആ കുപ്പി വലിച്ചങ്ങ് ദൂരേക്ക് എറിയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, നീ അത് തട്ടി കളഞ്ഞോ, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും മരിക്കും, എനിക്ക് മരിച്ചേ പറ്റൂ എന്നൊക്കെ സുസ്മിത അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. അങ്ങനെ പത്മാവതിയമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. പത്മാവതിയമ്മ പറയുകയാണ്, അവളോട് പോയി ചാകാൻ പറ സാറേ, വിഷം വേണമെങ്കിൽ ഞാൻ വേറെ സംഘടിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് കിണറുണ്ട്, അല്ലെങ്കിൽ തട്ടിമ്പുറത്ത് നല്ല കയറുണ്ട്, അതെടുത്തങ്ങോട്ട് ചാകാൻ പറയുന്നൊക്കെ പത്മാവതിയമ്മ പറയുമ്പോൾ സുസ്മിത പെട്ടെന്നങ്ങ് വിഷയം മാറ്റി പത്മാവതിയമ്മയ്ക്ക് നേരെ തിരിയുകയാണ്. കണ്ടോ സാറേ, ഇവരാണ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷേ സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് ഇവരാണ് സമ്മതിക്കാത്തത്. കല്യാണം കഴിച്ച് അന്ന് വന്ന് കയറിയത് മുതൽ ഞാൻ കേൾക്കുന്ന പല്ലവിയാണ് പോയി ചാവ് എന്ന്. അവരുടെ മകനെ ഞാൻ തട്ടിയെടുക്കാമെന്ന ആരോ ആയിട്ടാണ് എന്നെ അവർ കരുതുന്നത്. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ഇരിക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് പത്മാവതിയമ്മയെ കുറ്റപ്പെടുത്തി സുസ്മിത പോലീസിനോട് സംസാരിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി. സുസ്മിത എന്തായി പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ. തുടർന്ന് ഇവളെ ഇന്ന് ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് പത്മാവതിയമ്മ സുസ്മിതയ്ക്ക് നേരെ കൈ ഓങ്ങുമ്പോൾ പോലീസുകാർ ഇടയ്ക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളതുപോലെ ഇവർക്കും പറയാനുണ്ട്, ഇവരുടെ ഭാഗവും ഞങ്ങൾക്ക് കേട്ടേ മതിയാകുമെന്ന്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, എന്നെ രോഹിത്ത് സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ ഇവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, ഇവരുടെ മകൻ്റെ ഭാര്യയായിട്ട് എന്നെ വാഴിക്കില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ശല്യം പേടിച്ചാണ് ഞാൻ ഓടിപ്പോയത്. അന്നാണ് നിശ്ചയം തുടങ്ങിയത്. ആ ഒരു വിഷമത്തിലാണ് ഇവരുടെ ഭർത്താവ് ചങ്കുപൊട്ടി മരിച്ചത്. ഇവർക്ക് എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്കായിരുന്നെങ്കിൽ രോഹിത്തിനെ പ്രാണനെ പോലെ സ്നേഹമായിരുന്നു. ഇവരുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രോഹിത്തിനെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഇവരുടെ ലക്ഷ്യം. പിന്നീട് ഇവിടെ വന്ന് കയറിയതിന് ശേഷം നിവർത്തിയില്ലാതെ ഇവർക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു. അതും എൻ്റെ വീട്ടിലെ സ്വത്ത് കണ്ടിട്ടാണ് ഇവർ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. പക്ഷേ എനിക്ക് രോഹിത്തിൻ്റെ സ്നേഹം മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വീട്ടിൽ എന്നെ പോലുള്ളൊരു പെൺകുട്ടി വന്ന് കയറുമോ എന്ന് പറയുമ്പോൾ ആ വീടിങ്ങനെ മൊത്തം ആ SI നോക്കുന്നുണ്ട്. അന്നേരം പൊട്ടിപ്പൊളിഞ്ഞ ചുവരും പൊട്ടിയ ഓടുമൊക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പത്മാവതിയമ്മ അങ്ങ് സംശയമാവുകയാണ് പോലീസിന്. ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ശാലിനി നിൽക്കുകയാണ്. തുടർന്നും അങ്ങ് സുസ്മിത പറയുകയാണ്, ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഇവരെന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗ്യാസ് തുറന്നു വിട്ടും കിണറ്റിലേക്ക് തള്ളിയിടാൻ നോക്കിയും ഒക്കെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് എന്നങ്ങ് നല്ല അസല് കള്ളങ്ങൾ സുസ്മിത അങ്ങ് പോലീസിനെ മുഖത്ത് നോക്കി പറയുകയാണ്. അന്നേരം പത്മാവതിയമ്മയും ശാലിനിയും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. രോഹിത്തിനെ എന്തായാലും സുസ്മിത തള്ളിയിട്ടത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു സത്യം ശാലിനിക്ക് ഇവിടെ മനസ്സിലാവുകയാണ്.
പോലീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇത്രയുമൊക്കെ എന്നെ ചെയ്യും, പോയി ചാവ് എന്നൊക്കെ പറയുന്നവർ എന്തുമാത്രം ദ്രോഹങ്ങളായിരിക്കും എന്നോട് ചെയ്തതെന്ന് സാറിനൊന്ന് ഊഹിച്ചുകൂടെ? ഇവരെ കൊല്ലും എന്നുള്ളൊരു വിശ്വാസം രോഹിത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് രോഹിത്ത് ജോലിക്ക് പോലും പോവാതെ ഈ വീട്ടിൽ എനിക്ക് കാവലിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത അങ്ങ് പറയുകയാണ്, പഞ്ചകൈലാസത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ പിടിയിൽ നിന്നും തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടും എന്ന് കരുതിയാണ് ഞാനും രോഹിത്തും കൂടി പോയത്. അത് ഇങ്ങനെയുമായി ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് സാറേ എന്നും പറഞ്ഞ് തറയിലിരുന്നങ്ങ് മുഖം അമർത്തി സുസ്മിത അങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനി ദേഷ്യത്തോടു കൂടി സുസ്മിത അങ്ങ് നോക്കുകയാണ്. തുടർന്ന് പത്മാവതിയമ്മ പറയുന്നുണ്ട്, മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ നിൽക്കുന്ന അമ്മയാണ് ഈ ഞാൻ. അതിനിടയിൽ നട്ടാക്കിളിർക്കാത്ത ഈ കള്ളക്കഥകൾ കൂടി കേട്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും, കൊണ്ടുപോയി വിളയെന്നൊക്കെ പത്മാവതി അമ്മ പോലീസിനോട് പറയുകയാണ്. അന്നേരം വീണ്ടും സുസ്മിത പറയുകയാണ്, കണ്ടോ സാർ ഇവർ പറയുന്നത്, ഈ അവസ്ഥയിൽ ഞാനിനി എങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്തായാലും ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കണ്ട, വേറെ എവിടേക്കെങ്കിലും മാറിക്കോ, സ്വന്തം വീട്ടിലേക്കോ മറ്റോ പറയുകയാണ്. തുടർന്ന് സുസ്മിത ശാലിനിയോട് പറയുകയാണ്, അപ്പോഴേ ശാലിനി ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്, ഇവരുടെ പ്രവൃത്തികൾ കണ്ടില്ലേ എന്നും പറഞ്ഞ് വീണ്ടും പത്മാവതിക്ക് നേരെ അങ്ങ് പഴിചാരുകയാണ്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഇവളെപ്പോഴും പറഞ്ഞു എന്നോട് കൊണ്ടുവരണ്ടാന്ന്. അങ്ങനെ ശാലിനി ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാൻ ഫാമാൻറ്റിയുടെ വീട്ടിലേക്ക് പോയിക്കോളാം, ഫാമാൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇവർ പറയുന്നത് മാത്രം കേൾക്കാതെ ഫാമാൻറ്റിയുടെ മൊഴി കൂടി എടുക്കണം, ഫാമാൻറ്റിയാണ് ഈ കല്യാണം നടത്തി തന്നത് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ പോലീസ് അങ്ങ് സത്യഭാമ ആര് എന്നുള്ളൊരു നിൽക്കുമ്പോൾ പരാതി നൽകിയ വിഷ്ണുട്ടൻ്റെ അമ്മയാണ് സത്യഭാമ, അവരുടെ മകളുടെ പ്രീതിയുടെ ദോഷപരിഹാര ക്രിയയ്ക്കാണ് നമ്മൾ അവിടെ പോയത് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് പോലീസ് പറയുകയാണ്, എല്ലാവരുടെയും മൊഴി ഞങ്ങൾ എടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ സത്യഭാമയുടെയും മൊഴി എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പത്മാവതിയോടും സുസ്മിതയോടും പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ രണ്ട് ഭാഗത്തു നിന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന്. നേരം ഉണ്ടാവില്ല സാറെന്ന് ശാലിനി പോലീസിനോട് പറയുകയാണ്. തുടർന്ന് പോലീസ് പോയ ശേഷം ഇവളെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയുടെ നേർക്ക് സത്യഭാമയല്ല പത്മാവതി അമ്മ അടുക്കുകയാണ്. അന്നേരം ഇടയ്ക്ക് കയറുന്നുണ്ട് ശാലിനി, ആൻറ്റി വേണ്ടാന്ന് പറയുകയാണ്. തുടർന്ന് സങ്കടത്തോടെ വീണ്ടും അവിടെ കസേരയിലേക്ക് പത്മാവതി അമ്മ ഇരിക്കുകയാണ്, എൻ്റെ മോൻ രോഹിത്ത് എന്നും പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം എത്രയും പെട്ടെന്ന് ഈ അസത്തിനെ എൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോകുമോ, ഞാൻ പിടിവിട്ട് നിൽക്കുകയാണ്, ഇവളെ കാണുമ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്തു പോകും, ഓടി ഇറങ്ങി എന്നൊക്കെ സുസ്മിതയോട് പറയുന്നുണ്ട്. അങ്ങനെ സുസ്മിത ബാഗും എടുത്തങ്ങ് വെളിയിലേക്ക് ഇറങ്ങിയാണ്. പക്ഷേ ഇറങ്ങിയ ശേഷം വാതിൽ കെടുത്തിയിട്ട് സുസ്മിത ഒരു നോട്ടം ഇങ്ങനെ പത്മാവതിയെ നോക്കുന്നുണ്ട്. അന്നേരം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നിങ്ങനെ ശാലിനി പത്മാവതി അമ്മയോട് പറയുകയാണ്. തുടർന്നും അങ്ങ് ഇരുന്ന് സങ്കടപ്പെടുന്ന പത്മാവതി അമ്മയുടെ തോളിൽ തട്ടി ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ശാലിനി പോയി വിഷ്ണുവിനോടോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞാലും സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ പോയി ഇനി അടുത്ത കഥ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.